പൈസ നോക്കട്ടെ. ദിലീപ് ബാങ്ക് നോക്കണം, ദിലീപ് ഒന്ന് പൈസ അയച്ചോ നോക്കണം, നോക്കിയിട്ട് പറയാം. വീണ്ടും ഇന്ന് വന്നേക്കുന്നത് ദിലീപിൻ്റെ കാര്യത്തെ തന്നെ പറ്റി പറയണേ. ഒരുപാട് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പോൾ അതാണ്. ഈ ഒരു വിഷയം വന്നേക്കുന്നുണ്ട്. നമ്മുടെ പല കാര്യങ്ങളും അതിനടിയിലായി പോയിട്ടുണ്ട്. ഇനി അതിനുവേണ്ടിയാണോ ഇത് ഇത്രയും പബ്ലിസിറ്റി കൊണ്ടുവന്ന് ഇത്രയും കാര്യങ്ങളാക്കുന്നതെന്നും ഇനി അറിയത്തില്ല കേട്ടോ. ഒരു കാര്യം അത് ഉയർത്തിക്കൊണ്ട് വരാതിരിക്കാൻ വേണ്ടി, അതെന്നാന്നുള്ളത് നിങ്ങൾക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. അത് ഉയർത്തിക്കൊണ്ട് വരാതിരിക്കാൻ വേണ്ടി മറ്റ് പല കാര്യങ്ങളും അതിലൂടെ കൊണ്ടുവന്ന് ഓരോരോ കാര്യങ്ങളാക്കി കൊണ്ടുവന്ന് സോഷ്യൽ മീഡിയ മൊത്തം അതിനെപ്പറ്റിയുള്ള ചർച്ചയും കാര്യങ്ങളാണ്. ചാനലിനകത്തോടെയും ചർച്ചയും കാര്യങ്ങളും ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ്. അല്ലാതെ ആ ഒരു കാര്യം ഇപ്പോൾ ഏകദേശം അതൊക്കെ എല്ലാവരും മറന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. കാര്യം അത് ആരാണ് ചെയ്തത്, ആരാണ് അതിൻ്റെ പിന്നിൽ, അതിലാർക്കൊക്കെ ശിക്ഷ കിട്ടി, ആരൊക്കെ ശിക്ഷ അനുഭവിക്കുന്നു, ഇതൊന്നും ഇപ്പോൾ പുറത്ത് വരുന്നില്ല. ഇതിനൊക്കെ ഒരു മറയായിട്ടാണ് ഈ ഒരു കാര്യം കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. എന്നതാണേലും ദിലീപിന് സൈഡ് പറയുന്നവർക്കെല്ലാം അവർ ദിലീപിൻ്റെ PR ആണെന്നും ദിലീപ് പൈസ കൊടുത്ത് പറയിക്കുന്നതെന്നും ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ദിലീപിനെ സംബന്ധിക്കുന്ന കാര്യമല്ല, ഞാനിപ്പോൾ തൊട്ട് മുമ്പേ പറഞ്ഞു തരാം. അത് എന്നതാണെന്നുള്ളത് ബുദ്ധിയുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. ചിന്തിക്കുന്നവർ ചിന്തിക്കുക, അല്ലാത്തവർ മനസ്സിലാകുന്നില്ലെങ്കിൽ മനസ്സിലാക്കേണ്ട എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം നമുക്കിപ്പോൾ ഒന്നും മിണ്ടാൻ മേലാത്ത അവസ്ഥയാണ്. ഒരു കാര്യം നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റത്തില്ല. മാർട്ടിൻ്റെ കാര്യം തന്നെ ഇപ്പം മാർട്ടിൻ പറഞ്ഞ കാര്യങ്ങൾ പുറത്തേക്ക് വിട്ട് എല്ലാ ചാനലുകാരും പേരിൽ അത് നിയമ നടപടിക്ക് പോകാനാണ് മുഖ്യമന്ത്രി പറഞ്ഞേക്കുന്നത്. അതിജീവിത കൊണ്ട് ഈ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക്. അതിനേക്കാൾ വലിയ രസം എന്നാന്ന് ചോദിച്ചാൽ, ഈ അതിജീവിത പേര് പറയുന്നതെന്നും പറഞ്ഞാണ് ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നു എന്നും പറഞ്ഞാണ് കൊണ്ട് ഈ പരാതി കൊടുത്തേക്കുന്നത്. പക്ഷേ ഈ പരാതി കൊടുത്തതും മുഖ്യമന്ത്രി കണ്ട കാര്യങ്ങളും അതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഫുള്ള് വന്നിട്ടുണ്ട്. ഇതൊക്കെ എന്നതിനാണ് ഈ കിടന്ന് കാണിക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാണേലും നമുക്ക് കുറേ കാര്യങ്ങൾ കേൾക്കാനുണ്ട്. പുതിയ സിനിമ റിലീസായതിൻ്റെയും അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ, അത് റിലീസാകുന്നതിൻ്റെയും അതിനെപ്പറ്റി ചൊല്ലിയുള്ള കുറേ കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് പറയുന്നത്. ലാലേട്ടനെ വരെ വെറുതെ വിട്ടിട്ടില്ല. ഇതൊക്കെ പറയുന്നവർ ഇതിന് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഒക്കെ ഇവർക്ക് ഓർമ്മയുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. എന്നാലും നമുക്ക് ആദ്യം ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കുറച്ചൊന്ന് കേട്ട് നോക്കാം. സത്യങ്ങൾ പറയുന്നവരെന്നും തെറ്റുകാരാണ്. സത്യങ്ങൾ പറയുന്നവർക്ക് എന്നും അവർ കുരിശി കയറാനേ നേരമുള്ള, അവരെ പറ്റി മോശമായിട്ട് അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളും ഈ അതിജീവിതയ്ക്ക് പോലും വേണമെന്നില്ല. അവരിപ്പോൾ പോയേക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ വളച്ചൊടിക്കുന്നതിലൂടെ ഈ ദിലീപ് എന്ന് പറയുന്ന ഒറ്റയൊരു വ്യക്തിയിലാണ് ഇത്രയും നാളും ഇവർ. പൾസസുനി പോലും ഒരു പ്രശ്നമേ അല്ല. പൾസസുനിയെ പോലും വെറുതെ വിട്ടാൽ സന്തോഷിക്കുന്ന ആൾക്കാരാണ് ഇവർ. പക്ഷേ ദിലീപ് ശിക്ഷിക്കപ്പെടണം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആ ഒരു നല്ല കലാകാരൻ ഞാൻ ഉദ്ദേശിക്കുന്നത് അയാളുടെ ആ ഒരു കഴിവിനെയാണ് കല എന്ന് പറഞ്ഞിരിക്കുന്നത്. കാര്യം സൈലൻ്റായിട്ടിരുന്നും എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ ഒരു കഥ ഇങ്ങനെ കൊണ്ടു നടക്കാൻ അദ്ദേഹത്തെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഈ വന്നവരെല്ലാം മണ്ടരായിക്കൊണ്ട് നിൽക്കുകയാണ്. സത്യം തെളിയല, ഇതൊരിക്കലും സത്യം തെളിയാൻ പോകുന്നില്ല. കാര്യം അത് തെറ്റ് ചെയ്തവർ സുരക്ഷിതമായിട്ടൊരു തിരുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം നമുക്ക് ഈ ഒരു കാര്യം പറയുന്നത് കേട്ട് നോക്കാവേ. 20 വർഷം തടവ് ഉറപ്പാ ദിലീപിന്. ഞാൻ ശരിയാ, ദിലീപിന് തടവ് നമ്മുടെ കോയമ്പത്തൂർ ആര്യവൈദ്യശാല പറഞ്ഞിട്ടുണ്ട് തടയാൻ. ദിലീപ് വെറുതെ വിട്ട് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ചൊറിയുക. WCC വന്നതിൽ പിന്നെ അവർ പറഞ്ഞതിന്റെ ചില ആവശ്യങ്ങളോട് എനിക്ക് യോജിപ്പുണ്ട്. ആർക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ സ്ത്രീകൾ സുരക്ഷിതരായിരിക്കും. കോടതിയുടെ പ്രൊസീഡിങ്സിനെ കുറിച്ച് ഒരു അറിവില്ലല്ലോ പാവങ്ങൾക്ക്. ഇവരെന്നിട്ട് വന്ന് തള്ളം കേട്ട് കഴിഞ്ഞാൽ ഒരൊറ്റ തള്ള അങ്ങോട്ട്. ഇത് കേട്ടിട്ട് കുറെ ജനങ്ങൾ, എനിക്കാണെങ്കിൽ കോൾമേരുള്ളൂ ഇത് കേൾക്കുമ്പോൾ. ഇതാ ജൂലൈ 10 ദിലീപ് അറസ്റ്റ് ചെയ്യപ്പെടുന്നു. അപ്പൊ 4 മാസം കാലങ്ങളൊന്നും ഒരു കാലത്തും വേണം. ഒരു കൂട്ടുപ്രതിയെ പറയാൻ വേണോ? 4 മാസം തിരക്കഥ ഉണ്ടാക്കിയായിരുന്നു. ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ വിലക്ക് മേടിക്കാൻ പറ്റും പറ? കോടതിയെ വിലക്ക് മേടിക്കാൻ പറ്റും? പബ്ലിക് ഓഫീസറെ വിലക്ക് മേടിക്കാൻ പറ്റും പറ? ഈ മണ്ടന്മാരെന്നെ ഈ ചാനൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആശ്രയം കോടതിയാ. ആ കോടതിയെ പോലും അരാജകത്വത്തിലേക്ക് തള്ളിവിടുന്ന തരത്തിലാണ് ഇവരുടെ സംഭാഷണങ്ങൾ. 5 വർഷം തന്നെ ജഡ്ജാകാനുള്ള പോസ്റ്റ് മാറ്റി വെച്ച് ഇതിനുവേണ്ടി തന്നെ സഫർ ചെയ്തിട്ട് അവർ തെറിയേക്കുക. അവരെ ശരിക്കും അതിജീവിത, അവരുടെ അതിജീവിതയാ. അവർ സഫർ ചെയ്യുകയും ചെയ്യണം. നീതിക്ക് വേണ്ടി നിന്ന് അവരെ തെറിവിളിക്കുക. എന്ത് രാജ്യത്താണ്? ആ കോടതി ലക്ഷം ഇവർക്കൊക്കെ കേസെടുക്കണ്ടേ? ഇവർക്കൊന്നും അറിയില്ല കോടതി എന്ന് പറഞ്ഞാൽ എന്താണെന്നോ ഒരു തേങ്ങാപ്പിണ്ണാക്കും അറിയാതെ ഇവിടെ വന്നിട്ട് ഇവരോടൊക്കെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ. മണ്ണയില്ലാത്ത തെങ്ങിന് പോയി വളവിടാ മക്കളെ. ഓരോ കാര്യങ്ങളും നമ്മൾ പറയണ്ട, ഇവരൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. നമ്മളത് കുറേശ്ശെ ഇത് ഒരു വലിയൊരു ഇൻ്റർവ്യൂ ആണ്, കുറച്ചേറെ നേരമുള്ളതാണ്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ കിട്ടും. അദ്ദേഹത്തിൻ്റെ പേരടിച്ച് നോക്കി എടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേങ്കിൽ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം ഇങ്ങെടുത്ത് നിങ്ങളെ കാണിച്ചെന്നുള്ളൂ. കുറച്ചെങ്കിലും നമ്മൾ സാധാരണ ആൾക്കാരാണ്, നമുക്ക് നിയമവും കാര്യങ്ങളും കോടതിയുടെ കാര്യങ്ങളും ഒന്നും നമുക്കറിയാം. നമ്മളവിടെ ഒന്നും പോയിട്ട് പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങൾ പോലും നമുക്കറിയത്തില്ല. അവിടെ എന്നതാണ് എങ്ങനെയാണ് എന്നൊന്നും നമുക്കറിയത്തില്ല, നിയമവും കാര്യങ്ങളും. പക്ഷേ വേറെ കുറേ ആൾക്കാർ വന്നിച്ച് കുറേ കള്ളത്തരങ്ങൾ പറയുന്നത് ഇതാണ് നിയമം എന്നാണ് നമ്മൾ വിചാരിച്ചേക്കുന്നത്. പക്ഷേ ഇതൊന്നും അല്ല നിയമം. ഞാൻ പറഞ്ഞില്ലേ, വേറെ എന്നതോ മറയ്ക്കാൻ വേണ്ടി കിടന്ന് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. നമുക്ക് നമ്മുടെ ഭാഗ്യ ചേച്ചി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്.
പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, ഇപ്പോഴല്ല കേട്ടോ, ഇപ്പം അങ്ങ് കത്തി ജ്വലിച്ച് നിൽക്കുകയാണ്. അന്ന് പറഞ്ഞൊരു കാര്യം നമുക്കൊന്ന് കേട്ടു നോക്കാം. വിവാദങ്ങളും ശത്രുതയും ഒക്കെ ഞാനും കേട്ടിരുന്നു അന്ന്. ഈ പെൺകുട്ടി തന്നെ എന്നോട് ഒരുപാട് സങ്കടം പറഞ്ഞിട്ടുണ്ട്, ചേച്ചി എൻ്റെ ആ പടം കട്ട് ചെയ്തു, എൻ്റെ ഈ പടം കട്ട് ചെയ്തു എന്നൊക്കെ വളരെ വളരെ ദയനീയമായിട്ടും വളരെ ദേഷ്യത്തിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. എന്തിനാണ് ഇങ്ങനെ എന്നെ ദ്രോഹിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോഴും അതിൻ്റെയൊക്കെ പേരിൽ ഇങ്ങനെയൊക്കെ വരുമോ എന്നൊക്കെയാണ് ഞാൻ ചിന്തിക്കുന്നത്. സ്വാഭാവികമായിട്ടിപ്പോൾ ചിലർക്ക് അങ്ങനെ ദേഷ്യം, അവർ പറഞ്ഞിട്ടാണ് എൻ്റെ കുടുംബത്തിൽ വിള്ളലുണ്ടായത് എന്ന് സഹജമായ ദേഷ്യവും വൈരാഗ്യവും ഒക്കെ ഉണ്ടാവാം. പക്ഷെ അത് ഒരു ക്രൂരതയിലേക്ക് പോകുമെന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് ഇവർ കുറേ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞാണ്. എനിക്കത് ഇവർക്ക് പ്രായം ചെല്ലുന്നതോറും ഇവർക്ക് ബുദ്ധിക്ക് എന്നത് പ്രശ്നം സംഭവിക്കുന്നുണ്ട്. ഇവരാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇതൊരു ഭയങ്കര വിഷയമാക്കി എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് വിഷയമാക്കണം വേണ്ടെന്നല്ല, അവരനുഭവിച്ച കാര്യങ്ങൾക്കൊക്കെ അവരൊപ്പം തന്നെ എല്ലാവരും ഉണ്ട്, അവരുടെ കൂടെ തന്നെയാണ്. പക്ഷെ ഇത് സത്യം ഒന്ന് തെളിയണ്ടേ? സത്യം തെളിഞ്ഞാലല്ലേ ഇതിനൊരു നീതി കിട്ടുകയുള്ളൂ. അല്ലാതെ വേറൊരാളിലേക്ക് ഇത് അടിച്ചേൽപ്പിച്ച് ആൾ തന്നെയാണ് ഇത് പ്രശ്നക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങുന്ന ഇവരൊക്കെ ആർക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നതെന്ന് ഇവരൊക്കെ ആരുടെ PR ആണെന്ന് മനസ്സിലാകുന്നില്ല. ഒരിക്കലും അതിജീവിതർക്ക് വേണ്ടി അല്ല ഇവർ സംസാരിക്കുന്നത്. ഒരിക്കലും ഇവരങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഇവർ ആരോടുള്ള വൈരാഗ്യം തീർക്കാൻ വേണ്ടി വന്നിരുന്ന് സംസാരിക്കുന്നതാണ് തോന്നിയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു കാര്യം കൊണ്ട് നോക്കാം. ആഷ്ലി എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ 24 ആഷ്ലി എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ വശം ചടപടാന്ന് മറുപടി കൊടുക്കുന്ന മനുഷ്യനാണ്, നിർത്തുകയായിരുന്നു. പക്ഷേ ഈ ഒരു ചോദ്യത്തിന് മുമ്പ് ആഷ്ലി വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത് ചുമ്മാ കുടിച്ചായിരിക്കാം വെള്ളം, പക്ഷെ എന്തായാലും വെള്ളം കുടിക്കുന്നതാണ് കാണുന്നത്. നമുക്ക് ഇതൊന്ന് കേട്ട് നോക്കാം. ഇവിടെ പ്രശ്നം എന്താ? 8-ാം പ്രതി ശിക്ഷിച്ചില്ല. 8-ാം പ്രതി എങ്ങനെ ശിക്ഷിക്കുന്നത് ഒന്ന് പറഞ്ഞു തരാമോ? അങ്ങനെ ജഡ്ജ്മെന്റ് വായിക്കുന്ന എന്റെ പൊന്ന് കേരള ജനത, ഞാൻ ഒരിക്കൽ കൂടെ കാലെ പിടിക്കുക, ഈ ചാനലുകാർ നിങ്ങളെ ജഡ്ജ്മെന്റ് വായിച്ച് കേൾപ്പിക്കത്തില്ല. ഇവര് നിങ്ങളെല്ലാം പുകമറത്ത് നിർത്തിയിരിക്കുക. ഇവര് പറഞ്ഞ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞണിക്കി. ഇവര് പറഞ്ഞത് മുഴുവൻ ആരോപണമാണ്. കോടതി പറഞ്ഞ കേട്ടായിരുന്നു വാജ്പേയി? ഈ ആരോപണങ്ങളെ തെളിയിക്കാൻ വെറും ആരോപണങ്ങൾ മാത്രമായി അവശേഷിച്ചു. കോടതി പറയാ നീതി നടക്കട്ടെ, ആകാശം ഇടിഞ്ഞു വീണാലും എന്നാണ് കൊട്ടേഷൻ. അത് 1 by 1 ആയി കോടതി പറഞ്ഞു. അത് വായിക്കാൻ മനസ്സില്ലാതെ നിങ്ങൾ മഴയത്ത് നിർത്തിയിരിക്കുക. ഇപ്പോഴും നിങ്ങൾക്ക് നാണമില്ലെന്ന് ഞാൻ അറിയാതെ ചോദിച്ചു പോകും. ഞാൻ ഈ ജഡ്ജ്മെന്റ് വായിച്ചിട്ട് ദൈവമേ, ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ തരിച്ചിരിക്കുക. 8-ാം പ്രതിക്ക് മേൽ എന്തൊക്കെ ആരോപണമാണ് കൊടുത്തത്? ഈ ആരോപണം 1 by 1 ആയി ഞാൻ പറയട്ടെ. അപ്പൊ പറയാണ് ബാലേന്ദ്രകുമാർ പറഞ്ഞു പൾസത്തൂരി ദിലീപിന്റെ വീട്ടിലിരിപ്പുണ്ടായിരുന്നത്. ആ ഡേറ്റിൽ പൾസത്തൂരി എവിടെയായിരുന്നു? ആ ഒരാഴ്ച മുഴുവൻ ഗോവയിലായിരുന്നു. പൊളിഞ്ഞു പോയില്ലേ? അടുത്ത അതിജീവിത പറയുകയാണ്, ഇവര് കോടതി പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുകയാണ്, പല പ്രാവശ്യം പൾസത്തുണി ഗോവയിൽ വെച്ച് അതിജീവിതയെ ആക്രമിക്കാൻ ശ്രമിച്ചു. അതിജീവിത കോടതിയിൽ പറയുകയാണ്, അയ്യോ എന്നെ അങ്ങനെയൊന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെന്ന്. ഇവര് എന്തുവായി പറയുന്നേ? ഇവര് ആരോടായി പറയുന്നേ? കേരളത്തിലെ ജനങ്ങളെല്ലാം ഇത് വായിക്കും കേട്ടോ. പല വിവരമുള്ളവർ സോഷ്യൽ മീഡിയയിൽ ഇട്ടു തുടങ്ങി. ഞാൻ നാളെ മുതൽ ഇടുന്നുണ്ട്. സജിനന്ദിയ സ്പീക്കിനകത്ത് ജനം കാണട്ടെ, പച്ച മലയാളത്തിൽ ഇതിനകത്തുള്ളത്. ഇവര് പറയുന്നത് ഇത് തന്നെയാണ് അഖിൽമാരാരും പറയുന്നത്. അഖിൽമാരാരും ഇത് ഫുള്ള് വായിച്ചതിന് ശേഷമാണ് അഖിൽമാരെ. പക്ഷേ അഖിൽ പറയുന്നത് ഓരോ ഉപമ വെച്ച് പറയുന്നത് കുറേശ്ശെ കട്ട് ചെയ്ത് അങ്ങനെയാണ് പുറത്തോട്ട് വിടുന്നത്. ഇന്നലെ അഖിൽമാരാർ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് അഖിൽമാരാർ പറയുന്നുണ്ട്. അഖിലിൻ്റെ ആ ഒരു ഐഡി കയറി നോക്കി നിങ്ങൾക്ക് അറിയാം. ഫുള്ള് കാര്യങ്ങൾ ഓരോന്ന് പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. ഇച്ചിരി ഇങ്ങനെ തിരക്കകത്ത് വെള്ളമുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ മനസ്സിലാകും. കുറേ പേര് സിനിമ കാണുകയല്ല, അവരുടെ സിനിമ കാണത്തില്ല, അവർ മുന്നേ അഭിനയിച്ച സിനിമകൾ കാണത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷോ കാണിക്കുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി വേടൻ്റെ കാര്യത്തിൽ എടുത്തൊരു തീരുമാനം, അതിൻ്റെ താഴെ കുറേ കമൻറ്റൊക്കെ വന്നിട്ടുണ്ട്. വേടനെ ചൊറിയാൻ ചെന്ന വിവരം അറിയുമെന്നൊക്കെ പറഞ്ഞിട്ട് കോടതി പറയുന്നതാണ് സത്യം എന്ന് ഇവർ പറയുന്നുണ്ട്. എന്നിട്ട് എന്തേ അവർ ഈ അതിജീവിതയുടെ കാര്യത്തിൽ, ഈ ദിലീപിൻ്റെ കാര്യത്തിൽ ഈ കോടതി പറയുന്ന സത്യം ഇവർ അംഗീകരിക്കാത്ത ജഡ്ജിയൊക്കെ എന്നതല്ല പറയുന്നത്. അതിനൊന്നും ഒരു നിയമമില്ല കേട്ടോ, അതിനൊന്നും ഒരു നിയമവും ഇല്ല, അതൊന്നും പറ്റത്തില്ല. അതേസമയം ഇത് ഈ ഇവർക്കെതിരെ നിൽക്കുന്നവരാണ് ഈ ജഡ്ജി എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതിന് നിയമവും കാര്യങ്ങളും അവരെ പിടിച്ചകത്തിടാനും ആൾക്കാർ വന്നായിരുന്നു. ഇവർ പറയുമ്പോൾ അതിനൊന്നും നിയമവും കാര്യങ്ങളും ഒന്നുമില്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ ഇത് നമ്മുടെ സോഷ്യൽ മീഡിയ പറഞ്ഞിരിക്കുന്നത് അത് ചെറിയ പീഡനോ ഇത് വലിയ പീഡനോ എന്ന് പറയുന്ന പോലെ ഇരിക്കുന്നത് ഇവരുടെ ഈ ഡയലോഗ് കേട്ടാൽ. എന്നെയല്ല ഇത് ഇവരോടൊക്കെ ഇതിൻ്റെ ഇങ്ങനെ ശ്രീജിത്ത് പണിക്കർ എന്ന് പറഞ്ഞ ആളെപ്പോലുള്ളവർക്കൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളെപ്പോലെ സാധാരണ മനുഷ്യർക്ക് ഇവരോട് പറഞ്ഞ് ജയിക്കാൻ പറ്റത്തില്ല. കാര്യം അത്രയ്ക്കാണ് ഇവർ നിർത്തിയല്ല, ഇവർ റേഡിയോയാണ്. ബലാത്സംഗ കേസുകളിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളാണ് വേടൻ. ഈ വേടൻ ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ചലച്ചിത്ര പുരസ്കാരം കൊടുത്തു. ഏറ്റവും മികച്ച ഗാനരചയിതാവിനുള്ള പുരസ്കാരം കൊടുത്തു. അതിന്റെ അന്തിമ ജൂറിയിലെ അംഗമാണ് ഭാഗ്യലക്ഷ്മി ചേച്ചി.
അപ്പൊ സെലക്റ്റീവായിട്ട് നമുക്ക് ദിലീപിനെതിരെ മാത്രം എടുക്കാമോ? വേടനെതിരെ വരുന്ന സമയത്ത് നമുക്ക് പ്രശ്നമല്ലേ? ഭാഗ്യലക്ഷ്മി ചേച്ചി ഏതെങ്കിലും ഘട്ടത്തിൽ രാജി മുഴക്കിയതായിട്ടോ രാജി ഭീഷണി മുഴക്കിയതായിട്ടോ രാജിവെച്ചതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ നമ്മൾ സെലക്റ്റീവ് ആകാൻ പാടില്ല എന്നുള്ളതാണ്. എനിക്ക് ഇങ്ങനെയുള്ള കേസുകളിലെല്ലാം ഒരു നിലപാട് മാത്രമേ ഉള്ളൂ. അല്ല, ഒരൊറ്റ വരിയിൽ പറഞ്ഞിട്ടില്ല, എനിക്ക് ഇത് വിട്ടുപോകും. ശ്രീജിത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വേടന്റെ കേസ് എന്ന് പറയുന്നത് കോടതി തന്നെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഉഭയസമ്മത പ്രകാരം എന്ന് പറഞ്ഞ് കോടതി തന്നെ ഇതല്ല, ഇതൊരു കൊട്ടേഷനും ഒരു കാറിനകത്ത് വെച്ച് നടന്ന ബലാത്സംഗവുമാണ്. അതും ഇത് കൂടെ അപ്പൊ ദിലീപിനെ കോടതി വെറുതെ വിട്ട് കഴിഞ്ഞിട്ടല്ലേ ഭാഗ്യലക്ഷ്മി ചേച്ചി? ഇനിയുമുണ്ട് കോടതി അയാളെ ശ്രീജിത്ത് ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് ഇത് സംസാരിക്കരുത്. ശ്രീജിത്തിനെ എല്ലാ രീതിയിലും ഈ ഒരു വിഷയത്തിൽ കേട്ടല്ലോ, ഇവരോടൊക്കെ എങ്ങനെ സംസാരിച്ചൊരു മനുഷ്യന് രക്ഷപ്പെടാൻ പറ്റുന്നത്. അവർ പറയുന്നത് തെറ്റാന്ന് അവർക്ക് തന്നെ അറിയാം. ആ അതിജീവിതം അനുഭവിച്ചേർന്നൊരു മനുഷ്യർക്ക് വന്നാലും അത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അത്രയ്ക്ക് അവർ അനുഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അതിൽ തെറ്റുകാരനല്ലാത്ത ഒരാളെ കോടതി അത് തെറ്റുകാരനല്ല എന്ന് പറഞ്ഞിട്ടും അവർക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ നിങ്ങളൊക്കെ തന്നെ ചിന്തിച്ച് നോക്കുക. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇതിൽ സത്യങ്ങൾ തെളിയണമെന്നുള്ളതാണോ, അതോ ഇതൊക്കെ ആ സത്യങ്ങൾ മറച്ചു വെച്ച് വേറൊരു നിരപരാധിയുടെ തലയിലോട്ട് ഈ കേസ് എടുത്ത് വെച്ച് കൊടുക്കുക എന്നുള്ളതാണോ ഇവർക്ക് ലക്ഷ്യം? ഇനി നമുക്ക് പുതിയ സിനിമ ഇറങ്ങിയതിനെ പറ്റി ഇവർ പറഞ്ഞ കുറച്ച് ഡയലോഗ് ഉണ്ട് കേട്ടോ, അത് നമുക്കൊന്ന് കേൾക്കാം. അത് കേട്ടേച്ചും വേറൊരു കാര്യം കൂടെ കേൾപ്പിക്കാം. ഈ വിധി വരുന്ന അന്ന് തന്നെയല്ലേ നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന ശ്രീ മോഹൻലാൽ ആ പോസ്റ്റർ റിലീസ് ചെയ്യുന്നത്. ഒരു നിമിഷം ചിന്തിക്കണം, ഞാൻ എന്താണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പോലും ചിന്തിച്ചില്ലല്ലോ എന്നാണ്. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. ഇവർ ഈ പറഞ്ഞ കാര്യം ഇപ്പം ലാലേട്ടൻ ആ പോസ്റ്റ് ചെയ്തതിനെ പറ്റിയാണ് അവർ പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു കേസ് ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് നടന്ന സംഭവമല്ല. ഇന്നലെ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചു, ഇന്ന് പ്രതിയെ പിടിച്ചു എന്നാണെങ്കിൽ നമുക്ക് ഓക്കെ പറയാം. ഇത് 8 വർഷമായിക്കൊണ്ട് നടക്കുന്നൊരു വിചാരണയാണ് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അത് കഴിഞ്ഞ് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സിനിമയിൽ ഇവർ ഡബ് ചെയ്തിട്ടുണ്ട്. അന്നേരം ഒന്നും ഇവർക്ക് കുഴപ്പമില്ലായിരുന്നു. ദിലീപ് 85 ദിവസം അകത്ത് ജയിലിൽ കിടന്നേച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറങ്ങിയ സിനിമയാണ് രാമലീല. അതിനകത്ത് ആരാണ് മറ്റേ രാധികയ്ക്ക്, ദിലീപിൻ്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന രാധികയ്ക്ക് ഡബ് ചെയ്തേക്കുന്നത്. ഇവരതിനകത്ത് ഡബ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഇവരതിൻ്റെ കുറ്റവും പറഞ്ഞെടുക്കുന്നത്. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരന്ന് പറയണമായിരുന്നു, എനിക്ക് ആ ഡബ് ചെയ്ത് എൻ്റെ വോയിസ് പുറത്തുവിടാൻ പറ്റത്തില്ല, എനിക്ക് താല്പര്യമില്ല ഈ സിനിമയിൽ എനിക്ക് ഡബ് ചെയ്യാനായിട്ട്, നിങ്ങളതിന് എന്നാ വേണമെങ്കിലും പറഞ്ഞ് ഞാൻ ചെയ്യാം, എൻ്റെക്ക് വരും വേറെ ആരെക്കൊണ്ടെങ്കിലും ഡബ് ചെയ്യിപ്പിക്കുക, ആ വോയിസ് മാറ്റണം എന്ന് അത് പറഞ്ഞില്ലല്ലോ. ആ പടം നല്ലപോലെ ഹിറ്റാകുകയും ചെയ്തു. ഇവരതിന് എതിരായിട്ട് എന്നിട്ട് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഒരു വാക്കിന് വ്യവസ്ഥയില്ലാത്തൊരു സ്ത്രീയാണ് ഇവരിപ്പോൾ ഈ പറഞ്ഞ കാര്യത്തിന് ഞാൻ വേറെ കാര്യം പറയാൻ വന്നില്ലെന്ന് വെച്ചാൽ, ലാലേട്ടൻ്റെ പടം വിജയിക്കുക എന്നുള്ളത് ലാലേട്ടൻ്റെ ആവശ്യമാണ്. ലാലേട്ടൻ ഇതിൻ്റെ പുറകെ നടന്നാൽ ലാലേട്ടൻ്റെ കുടുംബത്ത് കാര്യങ്ങൾ നടക്കത്തില്ല എന്നും പറഞ്ഞ് അദ്ദേഹം പട്ടിണിക്കാരനാണെന്നല്ല ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു പടം ഇറക്കുന്നുണ്ടെങ്കിൽ ആ പടം ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസർക്കാണേലും അവർക്കെല്ലാം അതിനൊരു ഇത് കിട്ടിയാലേ വീണ്ടും അടുത്തൊരു പടം നമുക്ക് ഇതായി കിട്ടുള്ളൂ എന്നറിയാം. അങ്ങനെ ഓരോ കാര്യങ്ങളും ഈ ഒരു പടം ഇറങ്ങുമ്പം ഇതിൽ ദിലീപ് മാത്രമല്ല അഭിനയിച്ചേക്കുന്നത്, അതിലൊരുപാട് ആൾക്കാരുണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാം അഭിനയിച്ച് എല്ലാം കഴിഞ്ഞ് സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ദിലീപ് അഭിനയിച്ചുകൊണ്ട് സിനിമ കാണരുത്, ഇവർ കാണരുതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ഇവർ കാണുകയല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരെ സൈഡ് പിടിച്ച് കുറേ ആൾക്കാരും കൂടെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ പറയാനായിട്ട് ഇവർക്ക് എന്ത് അർഹതയാണ് ഉള്ളത് ലാലേട്ടൻ്റെ അടുത്ത് അങ്ങനെ പറയാനായിട്ടുള്ളത്? അതിന് ഇവർക്ക് ഒരു ഇച്ചിരിയേലും തലയ്ക്ക് വെളിവുണ്ടെങ്കിൽ ഇവരിപ്പോൾ പറയുന്ന കാര്യമല്ല പിന്നെ പറയുന്നതെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഈ ഒരു കാര്യം. ഹലോ, അതെ, ഒരു തത്സമയം മീഡിയ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയ നോക്കൂ. ഇതില് അവരൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു, ദിലീപിന്റെ ഒറ്റ പടം പോലും വിജയിക്കില്ല, വിജയിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഭാഗ്യലക്ഷ്മി. ഇത് ഇങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ ഇട്ടിട്ടില്ല. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ മാത്രം ഞാൻ അത്ര മണ്ടിയൊന്നുമല്ല. കാരണം ഞാൻ ഒരു സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. സിനിമ എന്ന് പറയുന്ന ഒരാളുടെ മാത്രം സ്വകാര്യ സ്വത്തൊന്നുമല്ല. അതിലൊരു 100-ലധികം ആളുകൾ ജോലി ചെയ്തിട്ടുള്ള ഒരു മേഖലയാണത്. ആ സിനിമ ഫ്ലോപ്പ് ആവണം എന്നൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. എനിക്ക് ആ സിനിമ കാണാൻ താല്പര്യമില്ല, അതുകൊണ്ട് തന്നെ ഞാൻ കാണില്ല. എന്റെ കാര്യം ഞാൻ തീരുമാനിക്കും. നിങ്ങളുടെ കാര്യം എനിക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും? നിങ്ങൾ ആ സിനിമ കാണുമോ കാണാതിരിക്കോ എന്തെങ്കിലും ചെയ്യട്ടെ. എന്തിനാണ് തത്സമയം മീഡിയ?
അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടപ്പം ഇവർ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടില്ല, നിങ്ങൾ കാണുവോ കാണാതിരിക്കുക എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഒരു പോസ്റ്റ് ഇട്ടതിന് ഇവർക്ക് തന്നെ അധികാരം പറയാനായിട്ട്? ഇവർക്ക് യാതൊരു അധികാരവും ഇല്ല പറയാനായിട്ട്. ആ ഒരു പടം വിജയിപ്പിക്കുക എന്നുള്ളത് അതിൽ അഭിനയിച്ചവരുടെ കഴിവ്, അഭിനയിച്ചവരും കൂടി അതിൽ ഉൾപ്പെടുന്ന ഒരു കാര്യമാണ്, അവർക്കത് വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളത്. ഇവർ തന്നെ പറയുന്നുണ്ടല്ലോ, അതിൽ ഒരാൾ മാത്രമല്ല വേറെ ഒരുപാട് പേരുണ്ട്, അതൊന്നും ഇവർ ഇതായിട്ട് പറയല്ലെന്ന്. അതാ പറഞ്ഞു, ഇവർക്ക് പ്രായമാകും തോറും തലയ്ക്ക് എന്നതോ ഇച്ചിരി പ്രശ്നം ഉണ്ടാകും തോന്നുന്നു, ഒന്നും ഓർമ്മ നിൽക്കുന്നില്ലെന്ന് തോന്നുന്നു. ഇവരിങ്ങനെ ഓർമ്മ നിൽക്കാതെ ഇങ്ങനെ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്ക് വിഷമമുള്ള അതിലൊരാൾ അതിനകത്ത് ഡബ് ചെയ്തതിന് ശേഷം, ഭാഗ്യലക്ഷ്മി എന്നാണ് അതിനകത്ത് ആ പടത്തിൽ ഡബ് ചെയ്തതിന് ശേഷം ആ പടത്തിനെ കുറിച്ചിട്ട് വിമർശിക്കുന്നതാണ് എനിക്ക് സങ്കടം തോന്നി. രാമലീല എന്ന സിനിമയെ പറ്റി അതിനകത്ത് ഭാഗ്യലക്ഷ്മി ഡബ് ചെയ്തതിൻ്റെ കാര്യം പറഞ്ഞു. ഇതിൻ്റെ ഒരുപാട് ഇതുണ്ട് കേട്ടോ, പക്ഷെ ഞാനത് കുറച്ച് ഒരെണ്ണം ഇത് മാത്രമേ എടുത്തുള്ളൂ. ഇതിൻ്റെ ഒരുപാട് കാര്യങ്ങളെല്ലാം എല്ലാ ചാനലും ഇങ്ങനെയാണെന്ന് കറങ്ങുന്നുണ്ട്. ഇവരിങ്ങനെ ആ പടത്തിൽ ഡബ് ചെയ്തേച്ചാണ് അവർ വീണ്ടും ആ പടത്തെപ്പറ്റി വിമർശിക്കാൻ പോയത്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് ഡബ് ചെയ്യാൻ പോകല്ലായിരുന്നു. ബുദ്ധിയുള്ള ആർക്ക് മനസ്സിലാവും. കോടതിയിൽ നിന്ന് വിധി കേട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്, എൻ്റെ കൂടെ സത്യം വിജയിച്ചു എന്നൊക്കെ വേണമെങ്കിൽ പറയുന്നതിന് പകരം മറ്റൊരു പെണ്ണിൻ്റെ പേരാണ് അവിടെ പറയുന്നത്, മറ്റൊരു നടിയുടെ പേരാണ് പറയുന്നത്. മറ്റൊരു പെണ്ണിൻ്റെ പേരാണ് പറയുന്നതെന്ന് ഇവർ പറയുന്നുണ്ട്. മറ്റൊരു നടിക്ക് ഇങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ലേ? ഇങ്ങനെ പറയുന്നതിന് കുഴപ്പമില്ലേ? മറ്റൊരു നടിയുടെ പേര് പറഞ്ഞു. നമ്മൾ ഏതൊരു സാധാരണക്കാരനായാലും നമ്മളിപ്പോൾ ഒരു പ്രശ്നത്തിൽ ചെന്ന് പെട്ടു, നമ്മളെ ഒരാളത് ഇങ്ങനെ നമുക്ക് എതിരായിട്ട് നമ്മളെ അറിയാവുന്ന നമ്മുടെ കുടുംബത്തുള്ള നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ, പിന്നീട് അതല്ലാതായിക്കോട്ടെ, ഉണ്ടായിരുന്ന ഒരാൾ, ആ ഒരാൾ തന്നെ നമുക്കെതിരായിട്ട് പറഞ്ഞെന്നറിയുമ്പോൾ നമുക്ക് എത്രയും ദേഷ്യം, നമ്മൾ ഏതൊരു സാധാരണ മനുഷ്യൻ്റെ മൈൻഡിൽ ചിന്തിച്ചാലും നമുക്കതിന് നീതി കിട്ടിക്കഴിയുമ്പം നമ്മൾ ആദ്യം ഇറങ്ങിച്ച് പറയുന്ന ആ പേര് തന്നെയായിരിക്കും. അല്ലാതെ അത് അവർ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞ പോട്ടെ ക്ഷമിക്കുക എന്നല്ല. അത്രയും നിമിഷം ആ വിധി വരുന്നിടം വരെ ആ മനുഷ്യൻ അനുഭവിച്ച മാനസിക ആ ഒരു സംഘർഷമാണ് ആ വെള്ളിലോട്ട് ഇറങ്ങി വന്നപ്പോൾ ആ പുള്ളി പറഞ്ഞ കാര്യങ്ങൾ. അത് ചിന്തിക്കാത്ത അത് പറഞ്ഞു, അതുകൊണ്ടാണ് അതൊരു തെറ്റായിട്ടാണ് കാണുന്നത്. ഇവർ ഞാൻ ചോദിക്കട്ടെ, ഇവർക്ക് ആ ഒരു വിധി വന്നപ്പോഴത്തേക്ക് ആ ജഡ്ജി ഇവരെന്നെല്ലാം പറഞ്ഞു. അപ്പോൾ അതിന് കുഴപ്പമില്ലേ? കുറച്ച് കാര്യങ്ങളൂടെ നമുക്ക് കേൾക്കാം കേട്ടോ. എന്റെ മകൻ പറഞ്ഞു, അവൻ എന്നെ പയ്യനാണോ വലിപ്പത്തിന് എന്റെ എത്ര ഉണ്ടെങ്കിലും അവൻ എൻ്റെ അടുത്ത് വളരെ ദേഷ്യം പറഞ്ഞു, ഞാൻ എന്റെ മോനെ പോലെയാണ് പപ്പ അവനെ നോക്കിയത് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിനുള്ള എടുക്കാനുണ്ട്. ഒരു നടനാണ്, ഡ്രൈവർ അഭിനയിക്കുവാണ് എന്ന് എനിക്ക് തോന്നി. അത് ഞാനൊരു നടനായതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞ ഒരാൾക്ക് ആളുടെ മകനും ഇവനെ കണ്ടിട്ട് മനസ്സിലായില്ലേ, ഈ പൾസർ സുനിയെ കണ്ടിട്ട് ഇവനൊരു ക്രിമിനലാണെന്ന് മനസ്സിലായില്ലേ, മകനെ പോലെ കരുതി എന്ന് പറയുന്നു. ഇതിലൊക്കെ എത്രമാത്രം സത്യങ്ങളുണ്ട്. ഇപ്പം കുറേ വെളുപ്പിക്കലുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അവൾ ഓടി വന്നിരിക്കുന്നത്, ഞാനാണ് ആദ്യം പോലീസിനെ അറിയിക്കുന്നത്, പോലീസ് വരുന്നു എന്നൊക്കെ പറയുന്ന കാരണങ്ങൾ വെച്ചിട്ട് തന്നെ ജനം അത്യാവശ്യം ഒന്ന് ചിന്തിക്കും. എന്നിട്ടും വന്നിട്ടുണ്ടായിരുന്ന പല പത്രങ്ങളിലും ലാലിനെ അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്താൽ എല്ലാ കാര്യങ്ങളും തെളിയുന്നു. പക്ഷെ അതുകൊണ്ട് എനിക്കത് വേദനയായിട്ടും തോന്നിയില്ല. കാരണം എന്നെ സംശയിക്കാനുള്ള ചാൻസസ് കുറവാണ് മറ്റുള്ളവർക്കും, ജനങ്ങളെ സംശയിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. ആ ഒരു വിശ്വാസം നല്ലതായിട്ടിരിക്കട്ടെ, ചാൻസ് കുറവാണ് എന്നുള്ള വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നാണേലും ഈ കുറേ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊന്ന് പ്രതികരിക്കണമെന്ന് തോന്നിപ്പോകും. അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാണ്. ഇതിൽ കൂടുതൽ കാര്യങ്ങളൊക്കെ വീണ്ടും ഓരോരോ ചാനലുകളിൽ നടപ്പുണ്ട്. എന്നാലും നമ്മൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ എടുത്തൊന്ന് പ്രതികരിച്ചേക്കാമെന്ന് വിചാരിച്ച്. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം.